വയനാട്ടിലെ നേതൃസംഗമത്തിനു ശേഷം രാജ്യം വിട്ട കെ സുധാകരൻ രാജ്യത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഇതിനിടയിൽ കിട്ടിയ അവസരത്തിൽ വലിയ തോതിൽ തന്നെ വിദേശത്തെത്തി തൻ്റെ ഇഷ്ടക്കാരെ പല സ്ഥാനങ്ങളിലും പ്രതിഷ്ഠിച്ച ശേഷം തൻ്റെ എതിരാളികളെ അവിടെയും വെട്ടിനിരത്തിയ ശേഷമാണ് കെ സുധാകരൻ കേരളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ഗ്ലോബൽ കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ടാണ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ കേരളത്തിലേക്ക് മടങ്ങിയെത്തിയത്. ഇവിടെ വലിയ തോതിലുള്ള കലാപങ്ങളും കൃത്യമായി മുന്നോട്ട് നീങ്ങുന്നുണ്ടായിരുന്നു. കെ സുധാകരനെതിരെ വലിയ തോതിലുള്ള നീക്കം വിദേശത്തെ OICC കേന്ദ്രീകരിച്ചും വലിയ രീതിയിൽ മുന്നോട്ട് നീങ്ങുന്നുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഇവിടെ എത്തിയ സുധാകരൻ കൃത്യമായി തൻ്റെ എതിരാളികളെ തിരിച്ചറിഞ്ഞ് തനിക്കെതിരെ വന്ന ടീമുകളെയെല്ലാം തകർത്തെറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഓർക്കുന്നുണ്ടാവും, KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും MP ആയി മത്സരിക്കാനായി കണ്ണൂരിലേക്ക് പോയ കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനം തൽക്കാലം MM ഹസനെ ഏൽപ്പിച്ച ശേഷമാണ് കണ്ണൂരിലേക്ക് വണ്ടി കയറിയത്. വണ്ണൂരിലെത്തി ഇദ്ദേഹം പ്രവർത്തനങ്ങളെല്ലാം നടത്തി വരുന്നതിനിടെ MM ഹസൻ തൻ്റെ കെ സുധാകരൻ്റെ എതിരാളികളായ ചില ആളുകളെ, MM ഹസൻ്റെയും VD സതീശൻ്റെയും വിശ്വസ്തരായ ചില ആളുകളെ അവർക്കെതിരെയുള്ള അച്ചടക്ക നടപടികളെല്ലാം റദ്ദാക്കിക്കൊണ്ട് KPCC പ്രസിഡന്റിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പലരെയും തിരിച്ചെടുക്കുകയും മറ്റും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഇതറിഞ്ഞ അപകടം മനസ്സിലാക്കിയ കെ സുധാകരൻ KPCC പ്രസിഡന്റിൻ്റെ സ്ഥാനത്തേക്ക് തിരിച്ച് എത്തിയ ഉടൻ ആദ്യം ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് ഇത്തരക്കാരെ വീണ്ടും പടിക്ക് പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ആദ്യത്തെ ഒപ്പുവെച്ചത്. ഇതേ പ്രതികാരദാഹത്തോടെ തന്നെയാണ് കെ സുധാകരൻ വിദേശത്തേക്ക് എത്തിയത്. വിദേശത്തെത്തിയ കെ സുധാകരൻ ഇപ്പോൾ ഇതാ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് കമ്മിറ്റി അഥവാ OICCയുടെ ഭാരവാഹികളെ, ആ ഗ്ലോബൽ കമ്മിറ്റിയെ തന്നെ പിരിച്ചുവിടുകയാണ് ചെയ്തിരിക്കുന്നത്. OICCയുടെ ചാർജുള്ള KPCC ഭാരവാഹികളുമായി കൂടിയാലോചിച്ച് ഗ്ലോബൽ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുവാനും നിലവിലുള്ള OICC ഇൻകാ സംഘടനാ സംവിധാനത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും സംഘടന ഇല്ലാത്ത രാജ്യങ്ങളിൽ പ്രവർത്തനം സജ്ജമാക്കാനും കാര്യങ്ങൾ തീരുമാനിച്ചായി ഇതിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരാളെ നിയമിച്ചതായും എല്ലാം കെ സുധാകരൻ വലിയ തോതിൽ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. OICC ഗ്ലോബൽ പ്രസിഡന്റ് ജെയിംസ് കൂടലിനെയാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ജെയിംസ് കൂടലാകട്ടെ കെ സുധാകരനുമായി അടുത്ത നല്ല ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. ഇതുകൊണ്ട് തന്നെ തൻ്റെ എതിരാളികൾ എല്ലാം ഉൾപ്പെടുന്ന പുനഃസംഘടനയിൽ കൃത്യമായിട്ട് തകർക്കാൻ കഴിയുമെന്ന് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് നിലവിലുള്ള കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്നുള്ള KPCC ഭാരവാഹികളായ കെ സുധാകരൻ്റെ എതിർ ഗ്രൂപ്പുകാരായ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടതായിരുന്നു OICCയുടെ വിദേശത്തെ ഭാരവാഹികൾ. ഇവർക്കെതിരെ തന്നെ സൂപ്പർ പണി കൊടുത്ത് ഇവരെ പുറത്താക്കിയ ശേഷമാണ് ഇപ്പോൾ കെ സുധാകരൻ കേരളത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതേ രീതിയിൽ തന്നെ കൃത്യമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായാൽ ഉടൻ തന്നെ, തദ്ദേശ ഉപതെരഞ്ഞെടുപ്പെല്ലാം പൂർത്തിയായാൽ ഉടൻ തന്നെ കൃത്യമായിട്ടും ഇവിടെ കേരളത്തിൽ ഒരു പുനഃസംഘടന വരുത്താനാണ് കെ സുധാകരൻ ഉദ്ദേശിക്കുന്നത്. ഈ പുനഃസംഘടനയിലൂടെ തൻ്റെ എതിരാളികളായി മാറിയ 10ഓളം KPCC ജനറൽ സെക്രട്ടറിമാരെ പുറത്താക്കുമെന്നുള്ള വിവരം ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ VD സതീശനുമായി പ്രശ്നം നിലനിൽക്കുന്ന 3 ജനറൽ സെക്രട്ടറിമാരെ സംരക്ഷിക്കാനുള്ള പല നീക്കങ്ങളും ഇദ്ദേഹം നടത്തുന്നുണ്ട്. ഇതോടൊപ്പം പല DCC ഭാരവാഹികൾക്കെതിരെയും ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നുള്ള നിർദ്ദേശവും മുന്നോട്ട് വന്നു കഴിഞ്ഞു. ഇദ്ദേഹം വിദേശത്തേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു അടക്കമുള്ളവരെ പുറത്താക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള നടപടികളിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. എന്നാൽ CP മാത്യു തന്നെ വളരെ തന്ത്രപരമായി തന്നെ രാജി സമർപ്പിച്ച് അവിടെ നിന്നും എസ്കേപ്പ് ആകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. വരും ദിവസങ്ങളിലും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർ കാണാൻ പോകുന്ന കാഴ്ച പരസ്പരം വിട്ടുവീഴ്ചയുള്ള ഒരു രക്തച്ചൊരിച്ചിൽ നിറഞ്ഞ ഒരു കേന്ദ്രമായി കോൺഗ്രസിൻ്റെ ക്യാമ്പുകൾ മാറും എന്നുള്ള കാര്യമാണ് ഇനി കാണാനുള്ളത്. ഏതായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ വളരെ വ്യക്തമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. മിഷൻ 2025 എന്ന പരിപാടിയിലൂടെ തന്നെ കേരളത്തിലെ VD സതീശനെ അടക്കം അതിൻ്റെ കൺവീനറാക്കിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ അടക്കം വലിയ തോതിലുള്ള നീക്കം നടത്തി അദ്ദേഹത്തെ നിർജ്ജീവമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയ ശേഷമാണ് ഇപ്പോൾ സുധാകരൻ ഇതാ പുതിയ നീക്കങ്ങളിലേക്ക് മാറുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലെ കോൺഗ്രസ് രാഷ്ട്രീയം വളരെ വ്യക്തതയോടെ കൃത്യതയോടെ നാം കണ്ടറിയണം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്.